Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഇന്ന് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഉണ്ടായിരിക്കും. ഈവനിങ് എക്സാം റിലേറ്റഡ് ലൈവ് ഉണ്ടായിരിക്കും. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇതുവരെ കഴിഞ്ഞ 2 എക്സാം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ കോസ്റ്റ് അതുപോലെ തന്നെ QT ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ. ക്യുക്കായിട്ട് നമുക്ക് കാണാം. പാർട്ട് A 15 ചോദ്യങ്ങളാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ. ഫസ്റ്റ് വൺ വന്നിട്ടുണ്ടായിരുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി. വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി ചോദ്യങ്ങൾ. ദെൻ നമ്പർ 2 വാട്ട് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ വാട്ട് ആർ ഡിറക്ട് കോസ്റ്റ്. നമ്പർ 4 വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്പർ 5 വാട്ട് ഈസ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്താണ്, കോസ്റ്റ് സെന്റർ എന്താണ്, എപ്പോഴും വരാറുള്ളതാണ്. ഡേഞ്ചർ ലെവൽ എന്താണ്, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റിയോർഡർ ലെവൽ, ഡേഞ്ചർ ലെവൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. ദെൻ EOQ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഷുവർ ആയി പഠിച്ചിരിക്കണം. ദെൻ FSN അനാലിസിസ് റിപ്പീറ്റ് ആണ്. ഹു ആർ കാഷ്വൽ വർക്കേഴ്സ് ലേബർ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്, അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് വരുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിഫൈൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് നിർബന്ധമായും പഠിച്ചിരിക്കണം, റിപ്പീറ്റ് ആണ്. നോർമൽ ലോസ് എന്താണ്, അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് എന്താണ്, നോർമൽ ഗെയിൻ, അബ്നോർമൽ ഗെയിൻ, ഇതൊക്കെ വരുന്നതാണ്. ദെൻ വാട്ട് ഈസ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. വാരിയൻസ് എന്താണ്, ലേബർ കോസ്റ്റ് വാരിയൻസ് എന്താണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാർട്ട് A വന്ന 15 ചോദ്യങ്ങളാണ് നിങ്ങളിതിപ്പോൾ കണ്ടേ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് പാർട്ട്. മൂവിങ് ടു പാർട്ട് 2. പാർട്ട് 2 വാട്ട് യു മീൻ ബൈ VED അനാലിസിസ് തിയറി നോക്കിയിരിക്കണം. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ അസൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. സോ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ടിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ കൺസെപ്റ്റ് ഉണ്ട്, ആ ഫോർമുല അതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. മിക്ക പേപ്പറിലും കാണാറുള്ളതാണ്. ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി റൈറ്റ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വയ്ക്കണം. ദെൻ വാട്ട് ആർ ദി ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ EOQ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ്, നോക്കി വെക്കുക. ഈസി 5 മാർക്സ് ഏറ്റവും ഈസി ആയിട്ട് കിട്ടാൻ സാധിക്കുന്നതാണ്. ദെൻ സിമ്പിൾ ആവറേജ് മെത്തേഡില് സ്റ്റോഴ്സ് ലെഡ്ജറിന്റെ ഒരു പ്രോബ്ലം ആണ് നമുക്ക് പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 21. ഓക്കെ, ഇതാണ് പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളത്. സോ പ്രോബ്ലം രണ്ടും നമുക്ക് ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി പ്രോബ്ലംസ് ആയിരുന്നു. ഇതാണ് പ്രോബ്ലം. ഓക്കെ, ഇനി മറ്റൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത് മെഷീൻ അവർ റേറ്റിന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ മെഷീൻ അവർ റേറ്റിന്റെ പ്രോബ്ലം തന്നെ മിക്ക പേപ്പറിലും വരാറുണ്ട്. അതും ഈസി പ്രോബ്ലം തന്നെയാണ്. ഇൻഡയറക്റ്റ് മോഡിലുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല വന്നിട്ടുണ്ടായിരുന്നത്, ഫുൾ മാർക്ക് അടിക്കാം. ദെൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ലേബർ ചാപ്റ്ററിൽ ടൈലേഴ്സിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണ് വരാറ്. സോ ഇങ്ങനെ പ്രോബ്ലംസ് 4 തിയറിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. മൂവിങ് ടു പാർട്ട് C. പാർട്ട് Cയിലെ പ്രോബ്ലം കോൺട്രാക്ട് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ്. കംഫർട്ടബിൾ ആയുള്ള ഒരു പ്രോബ്ലം ആണ്. കോൺട്രാക്ട് അക്കൗണ്ട് റിപ്പീറ്റ് ആണ് കേട്ടോ. ഇതാണ് പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത്, നമുക്കതും കംഫർട്ടബിൾ ആണ്. ദെൻ പിന്നെ പ്രോബ്ലം വന്നിട്ടായിരുന്നത് ബഡ്ജറ്റിംഗിലെ ക്യാഷ് ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇത് 2-3 വർഷത്തിലെ പേപ്പർ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ക്യാഷ് ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പ്രോബ്ലം ഇതാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് ഇതുണ്ട്. അഗെയിൻ കംഫർട്ടബിൾ ആണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ക്യാഷ് ബഡ്ജറ്റും നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ദെൻ തിയറി 2 ഉണ്ടായിരുന്നത് സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്ങും ദെൻ ടൈം കീപ്പിംഗ് എന്താണ്. ദെൻ ഡിസ്കസ് വാരിയസ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് 2023 ഡീറ്റെയിൽസ്.
മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ 2022 കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കിക്കോളൂ. പാർട്ട് എയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ സെയിം കാര്യങ്ങൾ കാണാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ റിക്വസിഷൻ എന്താണ്, മറ്റൊരു ക്വസ്റ്റ്യൻ കോസ്റ്റ് സെന്റർ എന്താണ്, ഐഡിൽ ടൈം കണ്ടോ, സെമി വാരിയബിൾ ഓവർഹെഡ് എന്താണ്, മെഷീൻ കോസ്റ്റ് എന്താണ്, എസ്കലേഷൻ ക്ലോസ് എന്താണ്, ബജറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം മാസ്റ്റർ ബജറ്റ്, സ്റ്റാൻഡേർഡ് പലതരത്തിലുണ്ട്, അതിൽ അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്താണ്, ദെൻ റീടെൻഷൻ മണി, ദെൻ നോഷണൽ പ്രോഫിറ്റ്, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. അബ്നോർമൽ ഗെയിൻ, സ്ക്രാപ്പ്, ഇഒക്കെ എല്ലാ പേപ്പറിലും ഉണ്ട്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് പാർട്ട് എയില് വന്നിട്ടുണ്ടായിരുന്ന 15 ചോദ്യങ്ങള്. ഓക്കെ, മൂവിങ് ടു പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് വന്നു, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വന്നു, സ്റ്റെപ്സ് ഇൻ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് വന്നു, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അപ്പൊ ഇതാണ് 4 തിയറി വന്നിട്ടുള്ള. ഓക്കെ, പ്രോബ്ലത്തിൽ ഇഒക്യു റിപ്പീറ്റ് ആയിട്ട് വരുന്നു. ദെൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ടൈലറിന്റെ അഗെയിൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നു. ദെൻ അബ്സോർപ്ഷൻ റേറ്റ് ഓഫ് ഓവർഹെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം, മെഷീൻ അവേഴ്സ്, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ ആബ്സല്യൂട്ട് 10 കിലോമീറ്റർ, ഇത് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ് കേട്ടോ. മറ്റൊരു പ്രോബ്ലം, 4 പ്രോബ്ലം 4 തിയറി. SAK കോസ്റ്റിംഗ് എന്താണ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ, മറ്റൊരു പ്രോബ്ലം, മറ്റൊരു തിയറി. ദെൻ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ് നമുക്ക് SA വന്നിട്ടുള്ള ഒരെണ്ണം. അതുപോലെ തന്നെ കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പൊ കോൺട്രാക്ട് അക്കൗണ്ടും പ്രോസസ്സും മാറി മാറി SAക്ക് വരുന്നുണ്ട് കേട്ടോ. ദെൻ 2021 പെട്ടെന്ന് നമുക്ക് പോകാം. പാർട്ട് എയിലോട്ട് പോകുമ്പോൾ കോസ്റ്റ് ഷീറ്റ് ആണ് ആദ്യത്തെ ചോദ്യം. എന്താണ് കോസ്റ്റ് ഷീറ്റ്? ദെൻ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്താണ്, പീരീഡ് കോസ്റ്റ് എന്താണ്, അതിന്റെ ഡിഫറൻസ്, മസ്റ്റർ റോൾ മെത്തേഡ്, ഓൺ കോസ്റ്റ് എന്താണ്. നിങ്ങൾക്ക് കാണുവാൻ മനസ്സിലാവുണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് എന്താ, പല പല ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സെയിം ഹെഡിൽ തന്നെയുള്ള കാറ്റഗറൈസേഷൻസ് ആണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഒരു പ്രാവശ്യം വന്നു, അല്ലെങ്കിൽ മാസ്റ്റർ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ്, യോക്ക് എല്ലാത്തിലും വരുന്നുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് മീൻസ് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബിൽ ഓഫ് മെറ്റീരിയൽ എന്താണ് നോക്കി വയ്ക്കണം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ, അബ്നോർമൽ ഗെയിൻ റിപ്പീറ്റ്, ബേസിക് സ്റ്റാൻഡേർഡ് കണ്ടോ, സ്റ്റാൻഡേർഡിൽ ഏതെങ്കിലും ഒരെണ്ണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, വാരിയൻസ്, മെഷീൻ അവർ റേറ്റ്. ഇതാണ് പാർട്ട് എയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ. പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ, സ്റ്റെപ്സ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗും കോൺട്രാക്ട് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്, ഡിസ്കസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, ഇഒക്യുവിന്റെ പ്രോബ്ലം, എല്ലാ പേപ്പറിലും ഇഒക്യുവിന്റെ പ്രോബ്ലം ഉണ്ട്. ദെൻ ഈ പറയുന്ന ലേബറിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കാം, ടൈലറിന്റെ ഡിഫറൻഷ്യൽ പേസ് റേറ്റ് റിപ്പീറ്റ് ആണ്. ഓക്കെ, ദെൻ പിന്നെ പ്രോബ്ലം ആണ് വന്നിട്ടുള്ള പ്രീഡിറ്റർമൈൻഡ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. ദെൻ അബ്നോർമൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. ഇനി പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ വാരിയസ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി ആണ് റിപ്പീറ്റ്. ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണ്, ടെക്നിക്സ് ഓഫ് ലേബർ കോസ്റ്റ് കൺട്രോൾ പ്രോബ്ലം ആണ്. എല്ലാ പേപ്പറിലും കോൺട്രാക്ട് അക്കൗണ്ടിന്റെ പ്രോബ്ലം വരുന്നുണ്ട്, റിപ്പീറ്റ് ആണ്. അപ്പൊ എന്തെങ്കിലും കോൺട്രാക്ട് അക്കൗണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ SA വന്നിട്ടുള്ളത് ഫിഫോ മെത്തേഡില് സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പറേഷൻ, അത് വളരെ ഈസിയാണ് ഫിഫോ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ക്വിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ ഇതൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും എക്സാം റിലേറ്റഡ് ലൈവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.